അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏതൊരു മനുഷ്യനും അകപ്പെട്ടു പോകാവുന്ന ഒരു അപകടമാണ് അവിഹിതമെന്നത്. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയോടും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടും തോന്നുന്ന ആകർഷണീയത. ഇത് മനുഷ്യൻ്റെ പ്രകൃതിയാണ്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ജീവിത സാഹചര്യങ്ങളിൽ ഇത്തരം അപകടങ്ങളിലേക്ക് എത്തിപ്പെടും. നാം എപ്പോഴും ചിന്തിക്കേണ്ടത് തെറ്റല്ലെന്ന് പറയുന്ന തുടക്കങ്ങളാണ് അത്തരം തെറ്റുകളിലേക്ക് നമ്മളെ നയിക്കുന്നത്. കേവലം ഒരു കാര്യത്തിൽ ഒരു അഡ്വൈസ് ചോദിച്ചാൽ എന്താ, അല്ലെങ്കിൽ ഒന്ന് സന്ദർശിച്ചാൽ എന്താ, നമ്മളെ പഴയ കാലത്തെ ബന്ധമൊന്ന് പുതുക്കിയാൽ എന്താ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റല്ലെന്ന് തോന്നാവുന്ന ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യത്തെ, ഒരവസരത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, സ്വാഭാവികമായും ആ ബന്ധങ്ങൾ വളർന്ന് അവിഹിതങ്ങളിലേക്കും അതേപോലെ തന്നെ അത് അപകടങ്ങളിലേക്കും എത്തിച്ചേരുന്നത്. ഏറ്റവും പ്രധാനമായും അവിഹിതങ്ങൾ, അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ, മാനസിക ശാരീരിക ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ രണ്ടു കാര്യങ്ങളെ അത് സ്വാധീനിക്കും. ഒന്നാമത്തത്, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ഇവിടെ അനുഭവിക്കേണ്ട അനുവദനീയമായ ആസ്വാദകരമായിട്ടുള്ള ഒരു സ്ത്രീ പുരുഷ ബന്ധം, അതിനുള്ള ശരിയായ സന്തോഷകരവും സംതൃപ്തകരവുമായ ഒരു ശാരീരിക മാനസിക ബന്ധം എന്ന ഒരു സന്തോഷം നമുക്ക് പൂർണ്ണമായും ഇല്ലാതാവുകയാണ് ചെയ്യുക. അതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നൊരു കാര്യം. അവിഹിതങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വിഹിതങ്ങളെ നഷ്ടപ്പെടുത്തി കളയും എന്നതാണ് സത്യം. വളരെ സന്തോഷപൂർവ്വം തൻ്റെ ഭാര്യയുമൊത്ത് അല്ലെങ്കിൽ തൻ്റെ ഭർത്താവുമൊത്ത് മാനസിക ശാരീരിക ബന്ധങ്ങളുമായി മുന്നോട്ട് പോകുന്നവരിൽ എപ്പോഴെങ്കിലും ഇത്തരം വല്ല ചിന്തകളും കടന്നുകൂടി അതിൻ്റെ വഴികളിലൂടെ അവർ സഞ്ചരിച്ചാൽ, അത് അവിഹിത ബന്ധങ്ങളായാലും അത് പിന്നെ വിവാഹങ്ങളായി പരിണമിച്ചാലുമെല്ലാം അവർക്ക് നഷ്ടപ്പെടുന്നത് ജീവിതാന്ത്യം വരെ അനുഭവിക്കാനുള്ള സമാധാനപൂർണമായ ആസ്വാദകരമായ ടെൻഷനില്ലാതെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ശാരീരിക മാനസിക ബന്ധത്തിൻ്റെ അവസരങ്ങളെ ധാരാളം ആളുകൾക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഇത്തരം അവിഹിത മോഹങ്ങളാണ്. രണ്ടാമതായി അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമ്മുടെ കുടുംബജീവിതത്തെയാണ്. കുടുംബജീവിതത്തെ ഏറ്റവും മാരകമായി ബാധിക്കുന്ന ഒന്നാണ് ഇത്തരം അവിഹിതങ്ങൾ. രണ്ട് നിലക്കാണത്. ഒന്ന്, ഒരവിഹിതം നമ്മൾ തുടരുമ്പോൾ തീർത്തും നമ്മൾ കുടുംബത്തിൽ നിന്നും അതോടുകൂടെ നമ്മൾ ആ കുടുംബത്തെ തൊട്ട് നമ്മൾ അശ്രദ്ധമായി കഴിഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ 2, 4, 5 കുട്ടികളുള്ള ഒരു കുടുംബനാഥൻ, അയാൾക്ക് ഏതെങ്കിലും ഒരു സ്ത്രീയോട് മാനസികമായൊരു താല്പര്യവും അടുപ്പവും തോന്നി അത് അയാൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും അയാൾക്ക് അയാളുടെ ഭാര്യയോടും അയാളുടെ മക്കളോടുമുള്ള ആത്മബന്ധവും ആ ഉത്തരവാദിത്വം എല്ലാം നഷ്ടപ്പെട്ടു പോകും. കാരണം കുടുംബം എന്ന് പറയുന്ന സന്തോഷകരമായ ഒരു കാഴ്ചപ്പാടും ഉത്തരവാദിത്വത്തിൽ നിന്നും തികച്ചും അതൊരവിഹിതത്തിൻ്റെ ആസ്വാദനത്തിലേക്ക് മാത്രം അവൻ്റെ മനസ്സ് പോവുകയും തീർത്തും അവൻ്റെ മക്കൾ അനാഥരായി പോവുകയും അവൻ്റെ ഭാര്യ ഒരു വിധവയെപ്പോലെ ജീവിക്കേണ്ടി വരികയും ചെയ്യും. ഇവിടെ ഒരു പിതാവായി അഭിമാനത്തോടുകൂടെ മക്കളെ വളർത്തി ഒരു ഭർത്താവായി മാന്യതയോടെ ജീവിക്കേണ്ട ഒരാൾ ഒരവിഹിത ബന്ധത്തിനും ആസ്വാദനത്തിനും വേണ്ടി ഇത്രയും സുരക്ഷിതമായ സമാധാനപൂർണമായ കെട്ടുറപ്പുള്ള നല്ലൊരു കുടുംബത്തെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തി കളയാണ് ചെയ്യുന്നത്. അത് നമുക്കൊരു വീട് നഷ്ടപ്പെടുന്ന പോലെ, ഒരു കാറ് നഷ്ടപ്പെടുന്ന പോലെ അല്ല നമ്മുടെ മക്കളും ഭാര്യയും നഷ്ടപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ. ഇത് യഥാർത്ഥത്തിൽ അവിഹിതങ്ങളുടെ ഏറ്റവും വലിയ ഒരു ദുരന്ത ഫലമാണ്. അത് സ്ത്രീകളാണ്, അവർക്ക് വേറൊരു പുരുഷന്മാരായിട്ട് ബന്ധം കിട്ടില്ല, അവർക്ക് മക്കളെ വേണ്ടി വരില്ല. മക്കളെ വേണ്ട, അവർക്ക് ഭർത്താവിന് വേണ്ട, വീട് വേണ്ട, മാതാപിതാക്കൾ വേണ്ട. ഒരു നല്ല ഭദ്രമായ ഒരു കുടുംബ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും നമ്മൾ പറിച്ചെടുക്കപ്പെടുന്ന, എടുത്തെറിയപ്പെടുന്ന ഒന്നാണ് നമ്മുടെ മനസ്സ് അവിഹിതങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു അവിഹിതം താല്പര്യമുണ്ടായിക്കഴിഞ്ഞാൽ അത് നേടണം എന്നാവുമല്ലോ മനസ്സ് ആഗ്രഹിക്കുക. അപ്പോൾ അത് നേടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാകുമ്പോൾ ഹലാലായ നിലക്കത് നേടണമെങ്കിൽ വിവാഹം മാത്രമേ പരിഹാരമുണ്ടാവൂ. അപ്പോൾ നമ്മൾ ഒരു സമാധാനപൂർണമായ ജീവിതത്തിൽ മനസ്സിൽ മറ്റൊന്നുമില്ലാതെ ഒരു കല്യാണം വേണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെയല്ല
നമുക്കൊരു അവിഹിതമായ ഒരു കണക്ഷനിലൂടെ നമുക്കൊരു മാനസിക ബന്ധമുണ്ടായി, അതൊരു വിവാഹമായി പരിണമിച്ച് അവളെ എനിക്ക് കിട്ടണമെന്ന് വിചാരിച്ച് ഹലാലാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അതൊരു അവിഹിതമല്ലെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും സ്വാഭാവികമായും എന്തു ചെയ്യും, അത് അദ്ദേഹത്തിൻ്റെ കുടുംബ ഭദ്രതയെ തകർത്ത് കളയുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് ഇഹലോക ജീവിതമാണ്. ഇവിടെ മനുഷ്യൻ ഏറ്റവും വലിയ എല്ലാ കാര്യത്തിലും മനുഷ്യന് സംതൃപ്തിയും സമ്പന്നതയും കിട്ടുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുമ്പോഴാണ്. ഇപ്പോൾ നമ്മുടെ ഭാര്യയിൽ നമ്മൾ തൃപ്തിപ്പെടുക, നമ്മുടെ ഭർത്താവിൽ നമ്മൾ തൃപ്തിപ്പെടുക, നമ്മുടെ മക്കളാണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ കാര്യത്തിൽ നമ്മൾ തൃപ്തിപ്പെടുക, നമ്മുടെ വരുമാനത്തിലും നമ്മുടെ വീട്ടിലും കാറിലുമെല്ലാം നമുക്കൊരു കനാഅത്ത്, ഒരു സംതൃപ്തി, റിനൻ നഫ്സ്, മനസ്സിൻ്റെ ഒരു ഐശ്വര്യം അത് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അതില്ലാതെ നമ്മളിങ്ങനെ ആർത്തി അടങ്ങാതെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കി നടന്നാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല അവസരങ്ങളെയും അനുഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും ഇല്ലാതാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.